ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിന്നൊരു പ്രോൺസ് ബിരിയാണി വെക്കാൻ പോണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ റൈസാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു കുക്കർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഗീ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പട്ട, ഗ്രാമ്പു, ഏലക്ക വക സാധനങ്ങളൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കണ വരെ വെക്കുക. അതിന് ശേഷം അരി നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൽ നിന്നൊരു അരി പൊട്ടുന്ന ഒരു ചെറിയ ശബ്ദം വരുന്ന വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഒരു തവി യൂസ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അത് ഇളക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ട് വരുന്ന വരെ അതിങ്ങനെ വെക്കുക. അപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, ഒരു പൊട്ടിക്കഴിഞ്ഞ സൗണ്ട് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് വെള്ളം, അതിന് പാകത്തിന് 1 കപ്പ് അരിയാണ് എടുക്കുന്നതിനുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടി തൂവി കൊടുത്തിട്ട് കുക്കർ അടച്ചിട്ട് വെക്കുക, വേവാൻ വേണ്ടി വെക്കുക. ഒരു വിസിൽ വരുന്നവരെ ജസ്റ്റ് അത് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക്, കുറച്ച് കോൺഫ്ലവർ, മുളക് പൊടി, കുറച്ച് കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നേരെ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വറുത്ത് കോരിയെടുക്കുക. കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, അത് ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അത് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനത് ഇട്ട സമയത്ത് പൊട്ടിത്തെറിച്ചത് ഞാൻ വേഗം ഓടി ചെയ്ത് എല്ലാ പ്രോൺസ് ഇതുപോലെ ഇട്ടിട്ട് വറുത്തെടുക്കുക. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് മസാല പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സവാള, ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്, 1 പച്ചമുളക് എടുത്തിട്ടുള്ളൂ, നമ്മുടെ ഏരിയ അനുസരിച്ച് എടുക്കുക. എന്നിട്ട് ആദ്യം തക്കാളിയും ഈ സവാള എല്ലാം കൂടി ഇട്ട് കുറച്ച് നെയ്യിൽ തന്നെ ഞാൻ വഴറ്റുക. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിൽ തന്നെ ഇട്ടിട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് നേരം വേവാൻ വയ്ക്കുക, അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിക്കുക. അതിന് ശേഷം അതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. വീണ്ടും ഒന്നുകൂടെ വഴറ്റുക. അത് ഏതാണ്ടൊന്ന് പകുതി വെന്ത് വരുന്ന സമയത്താണ് ഞാൻ മസാല ഇട്ടിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഒരു ചട്ടാൻ വെച്ച് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്തിട്ടുള്ള പ്രോൺസ് ഉണ്ടല്ലോ, അത് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള പ്രോൺസ് നമ്മൾ ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള പ്രോൺസാണ് അത് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്ന, ആദ്യം നമ്മൾ അരി വേവിച്ച് വെച്ചിട്ടുണ്ട്, ആ അരി എടുത്തിട്ട് അതിന് മേളിൽ കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തവി എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തു. സോ അതൊന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 10 മിനിറ്റ് വല്ലതും ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രോൺസ് ബിരിയാണി ഇവിടെ റെഡിയായി. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഞാൻ വീട്ടിൽ ഓൾറെഡി ഉണ്ടാക്കി കഴിച്ചതാണ്. അടിപൊളി സാധനമാണ്. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി. പിന്നെ ഞാൻ അതിൽ മല്ലിയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിൽ അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.